എല്ലാവർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറേയേറെ ഓഫീസ് ഫ്രാഗ്രൻസസ് ആണ്. നമ്മുടെ ഒരു പയ്യൻ കമൻറ്റിൽ വന്ന് കുറേ ദിവസമായിട്ട് അവന് സങ്കടം പറയുന്നുണ്ട്. ഓഫീസ് ഫ്രാഗ്രൻസ് ഞാൻ യൂറോപ്പിൽ എത്തിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. മുമ്പ് ചെയ്തിട്ടുണ്ട് ഓഫീസ് ഫ്രാഗ്രൻസ്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ഡിസൈനർ. ഇതിപ്പോൾ ഞാൻ 1-2 നിഷ്, അഫോർഡബിൾ നിഷ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി വെയർ ആണല്ലോ, അപ്പം അഫോർഡബിൾ നിഷ്, പിന്നെ കുറച്ച് ഡാർക്ക് ഫ്രാഗ്രൻസസ് ഉണ്ട്, കുറച്ച് മിഡിൽ ഈസ്റ്റേൺ ഫ്രാഗ്രൻസസ് ഉണ്ട്. എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കിയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാനങ്ങനെ അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം എന്തേ ഒരു 5 മിനിറ്റിന് മുമ്പ് ഇതെല്ലാം കൂടെ പിറക്കി വെച്ച് അങ്ങോട്ട് റിവ്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പ്രൊഫൈൽ എന്തുവാന്ന് പറയും, പിന്നെ ഇതിൻ്റെ ലോഞ്ചിവിറ്റി, പ്രൊജക്ഷൻ, പ്രൈസ് റേഞ്ച്, ഇത്രേ പറയുള്ളൂ കേട്ടോ. കാരണം കൂടുതൽ നോട്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അതെ, ഫസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകണമാണ് മൻസീറ ഇൻറ്റൻസ് സെദ്രാത്ത് ബോയ്സ്. കണ്ടോ, ഈ സെദ്രാത്ത് ബോയ്സ് ഇൻറ്റൻസ് എന്ന് പറയുന്നത് 40% ഓയിൽ കോൺസെൻട്രേഷനാണ് മൻസീറയുടെ. ഇതുണ്ട്, അത് കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഭയങ്കര ഫുൾ ഓയിൽ അതിനകത്ത്. അതുപോലെ തന്നെ പെർഫോമൻസും കൂടുതലാണ്. ഒറിജിനൽ സെദ്രാത്ത് ബോയ്സിനേക്കാളും പെർഫോമൻസ് കൂടുതലാണ്. ഭയങ്കര നല്ല അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള സിട്രസി വുഡി ഫ്രാഗ്രൻസ് ആണ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്, നല്ല വുഡിനെസ്സും ഉണ്ട് ബാക്കപ്പ് ചെയ്യാനായിട്ട്. ഭയങ്കര അടിപൊളി ഒരു സെൻ പ്രൊഫൈലാണ്. നിഷ് ഫ്രാഗ്രൻസസിലേക്ക് എൻട്രി വേണ്ടവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. നല്ല ബൂസിനെസ് ഉണ്ട്, നല്ല ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ഓഫീസ് മാത്രമല്ല, ജിമ്മ്, അതുപോലുള്ള എവിടെ വേണമെങ്കിലും, ഓൾ ഇയർ റൗണ്ട് എവിടെ വേണമെങ്കിലും വിയർ ചെയ്യാവുന്ന സിംഗിൾ യൂസ്, എല്ലാ സിംഗിൾ യൂസസിനും പറ്റിയ ഒരേ ഒരു ഒറ്റ ഫ്രാഗ്രൻസ് ഇതൊരെണ്ണം മതിയാവും എല്ലാത്തിനും കേട്ടോ. കിടിലൻ ഫ്രാഗ്രൻസാണ്, നല്ല വാല്യൂ ഫോർ മണിയാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്. മൻസീറയുടെ ഭയങ്കര പെർഫോമൻസാണ്. കിടിലൻ ഹൗസാണ്, അടിപൊളി നിഷ് എൻട്രി ലെവൽ ഫ്രാഗ്രൻസ് ആണ്, വേണ്ടവർക്ക് വാങ്ങിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസൈനർ കേട്ടോ, YSL-Y EDT ആണ്. EDT നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ പെർഫോം കൂടുതൽ ചെയ്യും. EDT നല്ല നല്ല കിടിലൻ റിഫ്രഷിംഗ് ആയിട്ട്, അതായത് ഓഫീസിലിരിക്കുന്ന ആളുകൾക്ക് കിടിലനായിട്ട് റിഫ്രഷിംഗ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഓവർ അങ്ങ് ഫീൽ ചെയ്യും. പക്ഷേ രാവിലെ ഒരു 10 മണിക്കൊക്കെ ഓഫീസിൽ അടിച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 1:30 വരെയൊക്കെ ഇത് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്കിൻ സെൻ്റായിട്ട് ഒരു വൈകുന്നേരം ഒരു 3 മണിയൊക്കെ വരെ കാണും. അത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി. YSL-Y EDT ഇനിയിപ്പം കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനിപ്പോൾ ഒരു 6000-7000, മൻസീറയ്ക്ക് പറഞ്ഞ പോലെ ഒരു 10000 രൂപ ചില്ലറയാണ് കേട്ടോ. ഇതിനൊരു 5000-6000 രൂപ ആ റേഞ്ചിലൊക്കെ ഡിസ്കൗണ്ട് ഉള്ളപ്പോൾ കിട്ടാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ലത്താഫ ഇറക്കിയിട്ടുണ്ട്, ലത്താഫ ഫക്കർ ബ്ലാക്ക്. ഇതും YSL-Y EDP ആയിട്ടാണ് കൂടുതൽ സാമ്യമുള്ളത്. സ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, ഏതാണ്ട് ഒരുപോലത്തെ സെൻ പ്രൊഫൈൽ തന്നെയാണ്, ഓഫീസ് യൂസിന് പറ്റിയതാണ്. ഇതും സെയിം എമൗണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യും. കുറച്ചും കൂടി ഒരു പ്രൊഫൈലിനൊരു മെച്വേർഡാണിത്. EDT നമ്മുടെ കോളേജ് പിള്ളേർക്കൊക്കെ പറ്റിയ സാധനം കേട്ടോ, കോളേജിൽ അടിച്ചുകൊണ്ട് പോകാനായിട്ട് കിട്ടില്ല സാധനം ഇത് എന്ന് പറഞ്ഞിപ്പം പൈസ ഇല്ലാതെ ഓടിപ്പോയി അത് വാങ്ങിക്കുകയൊന്നും ചെയ്തേക്കരുത് കോളേജ് പിള്ളേർ. അവർക്ക് വർക്കൊന്നും ചെയ്യുന്നുണ്ടാവില്ലല്ലോ ചില ആൾക്കാർ. അപ്പോൾ അത് എല്ലാവർക്കും ഇത് മതി, ഇത് കിടിലനാണ്, എവിടെ വേണമെങ്കിലും അടിച്ചുകൊണ്ട് പോകും. ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ, ഈ പെർഫ്യൂം എന്തൂസിയാസിസ്റ്റുകൾക്ക് മനസ്സിലാവും, അല്ലാതെ ഏറി മണക്കുന്നവർക്ക് ആ വ്യത്യാസമൊന്നും മനസ്സിലാകാനായിട്ട് വഴിയില്ല. പ്രൊജക്ഷൻ അത്യാവശ്യം 2-3 അടി പ്രൊജക്റ്റ് ചെയ്യും. ഇത് രണ്ടും ഒരു 5 മണിക്കൂർ അത്രയൊക്കെ നിൽക്കുകയുള്ളൂ, അതിന് മേളിൽ നിൽക്കത്തില്ല. അതാണ് അത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മലിൻ്റെ ഇതൊരു അജ്മൽ വിഷൻ. ഇതുണ്ടോ, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ അജ്മലിൻ്റെ. നല്ല ഈ കാണുന്ന ജ്യൂസ് കാണുന്ന പോലെ തന്നെ ഒരു ഗ്രീൻ ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. ഓഫീസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഒരു 2000 രൂപ ചുവടെ കിട്ടുന്ന ഒരു സാധനമാണ് ഇത്. ഈ പറഞ്ഞ പോലെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂർ നല്ല റിഫ്രഷിങ് സ്മെല്ലാണ്, അടിപൊളിയാണ്. അതും അടിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂറൊക്കെ നിൽക്കുള്ളൂ. ആദ്യത്തെ 2 മണിക്കൂർ ആക്റ്റീവ് പെർഫോമൻസ് ഉണ്ടാവും, പിന്നെ സ്കിൻ സെൻ്റായിട്ട് നിൽക്കും അജ്മൽ. കണ്ടോ, അജ്മലിൻ്റെ വിഷൻ 2000 രൂപ ചില്ലറ കിട്ടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണ്, കോളേജ് പിള്ളേർക്കും പറ്റിയ ഫ്രാഗ്രൻസ് ആണ്, കോളേജിലൊക്കെ അടിച്ചുകൊണ്ട് പോകാം. യൂത്ത് പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. വുഡി സിട്രസി ഫ്രഷ്നെസ് ആണ്, കുറച്ച് ഗ്രീൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ബേസിൽ നമ്മുടെ വുഡി എന്ന് പറയുന്നത് നമ്മുടെ ഈ ബേസ് കൊടുക്കുന്നത് കേട്ടോ, അത് നമ്മുടെ ഈ തടിയൊക്കെ മണക്കുന്ന പോലെ ഇരിക്കും. ആദ്യമായിട്ട് ഇത് കാണുന്നവർക്ക് ഫ്രാഗ്രൻസിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പെർഫ്യൂം വെളിയിലോട്ട് പോയി മറ്റുള്ളവരുടെ മൂക്കിലോട്ട് കയറുന്നു, എത്ര ദൂരം പോകും. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ പെർഫ്യൂം നിൽക്കുന്നു നമ്മുടെ ശരീരത്ത്, അത്രേ ഉള്ളൂ. സ്കിൻ സെൻ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നേൽ ഇങ്ങനെ നിൽക്കും, അടിച്ചെടുത്ത് പോയി മണക്കേണ്ടി വരും, മണം ഉണ്ടാവും സ്റ്റില്ല്. ആക്റ്റീവ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട, ഫ്രാഗ്രൻസ് പുറത്തേക്ക് ഒഴുകി മറ്റുള്ളവരുടെ മൂക്കിൽ പോയി കയറും, നമ്മളൊന്നും ചെയ്യേണ്ടാത്ത ആ ഒരു പീരീഡ്. എത്രയാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രഷ് ഏതാ ഉള്ളത്?
റസാസി അൽവിസാം ഡേ പോർ ഹോം. ഇത് ഫ്രഷ് സാധനമാണ്. ഇത് നമ്മുടെ എന്താണെന്നറിയോ, ഇത് നമ്മുടെ ക്രീഡ് സിൽവർ മൗണ്ടൻ വാട്ടറിൻ്റെ ക്ലോണാണ്. കിടിലൻ ക്ലോണാണ്. ഹാ ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കരം നാരങ്ങ മണക്കുന്ന പോലെ അങ്ങ് മണക്കും. നാരങ്ങ വിത്ത് ഒരു മഷി, നമ്മുടെ ഈ മഷിപ്പേനയുടെയൊക്കെ മഷി മണക്കുന്നുണ്ടല്ലോ, ആ ഇങ്കിനെസ് ഒറിജിനൽ സിൽവർ മൗണ്ടൻ വാട്ടറിൻ്റെ ആ ഫുള്ള് ഇങ്കി മഷി പോലുള്ള ടേസ്റ്റ് ഇതിന് കിട്ടിയിട്ടില്ല ഫുള്ള്. ഇത് കൂടുതൽ സിട്രസസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ എമൗണ്ട് കാണുമ്പോൾ അറിയാം. ഞാനിതെപ്പോഴും വിയർ ചെയ്തുകൊണ്ട് പോകണം ഓഫീസിൽ. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല കോംപ്ലിമെൻറ്റ്സും ഇഷ്ടംപോലെ മേടിച്ച് കിട്ടും. ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആര് നിങ്ങളുടെ അടുത്ത് വന്നാലും ഭയങ്കര റിഫ്രഷ്ഡായി പോകും കേട്ടോ. അത്യാവശ്യം അതൊരു ഈ പറഞ്ഞ പോലെ ഒരു 3000 ചുവടെ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസാണ് ഇതും. ഇതിൻ്റെ ഒന്നും ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാരും വിശ്വാസമില്ല. നിങ്ങൾ നാട്ടിൽ തപ്പിയാൽ കിട്ടും. നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രോമൊക്കെ എടുത്ത് വെച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തോതിൽ മേടിക്കെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ കളിപ്പിക്കുന്നവരിപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളിടത്ത് മേടിക്കും. ഇപ്പോൾ ആർക്കും വെള്ളം കളിപ്പിക്കുക. അതിനിപ്പോൾ ആർക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക പറ്റുന്നിടത്തു നിന്നൊക്കെ. ഇനി അജ്മലിൻ്റെ തന്നെ വേറൊരെണ്ണമാണ് അജ്മലിൻ്റെ ഗ്രേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ഇതെനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് കേട്ടോ. ഇതൊരു സബ്റ്റിൽ വുഡി ഒരു പെർഫ്യൂമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ കൂടെ കാണും. ഇത് കുറേ നേരത്തേക്ക് ഒരു 6 മണിക്കൂറൊക്കെ ഇത് നിൽക്കും. ഭയങ്കര സബ്റ്റിലാണ്. ഒരുപാട് പെട്ടെന്ന് മുഖത്തിട്ട് അടിച്ച പോലെ മണക്കത്തില്ല. പക്ഷേ ഒരു ലൈറ്റ് മണം നിങ്ങൾക്ക് ചുറ്റും വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് അടിപൊളി ഫ്രാഗ്രൻസാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു 2000 ചുവടെ നിൽക്കുന്നൊരു ഫ്രാഗ്രൻസാണ് കേട്ടോ. അജ്മലിൻ്റെ വുഡി, സോറി അജ്മലിൻ്റെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഗ്രേ വുഡി പെർഫ്യൂമാണ്. ഒരുതരം അല്പം ഒരു ഗിരീഷ് ഷർണാലിൻ്റെ ഒരു ഓപ്പണിങ് ആ ഒരു രീതിയിലൊക്കെ പോകാറുണ്ട്. ഇത് സെഡർവുഡ് സ്പൂട്ടിക്ക് ഏലക്ക ഉണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. ഇതിൻ്റെ ഒരു നോട്ട്സ് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ ഒറിജിനൽ ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഇത് എന്തിൻ്റെ ഡ്യൂപ്പാണ്, ഒറിജിനൽ ഏതാണെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഫ്രാഗ്രൻസ് എനിക്കിഷ്ടമാണ്. ഞാനത് പിന്നെ ഇതെനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉള്ള കാരണം ഞാൻ പിന്നെ ഒറിജിനൽ വാങ്ങിക്കാൻ പോയിട്ടില്ല. ഇതുകൊണ്ട് ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സാധനം. അടുത്തതാണ് ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ഇമ്പീരിയം. ഫ്രാഗ്രൻസ് വേൾഡ് ഇമ്പീരിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റോജ എലൈസിയത്തിൻ്റെ ക്ലോണാണ്. റോജ എലൈസിയം 18,000 രൂപ 90,000 രൂപയുടെ ഫ്രാഗ്രൻസ്. ഇതിനാണെങ്കിൽ 1,800 രൂപ 1,900 രൂപയേ ഉള്ളൂ. ഒരു സബ്റ്റിലായിട്ടുള്ള ഒരു നാരങ്ങ പോലത്തെ ഒരു റിഫ്രഷിങ് സ്മെല്ലായിട്ട് ഇത് നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരുപാട് വലിയ പെർഫോമറൊന്നുമല്ല, പക്ഷേങ്കിൽ വളരെ മൈൽഡ് സ്മെല്ല് ഞങ്ങൾക്ക് ചുറ്റും മതി. ഒരുപാട് ആ മുഖത്തിട്ടടിച്ച പോലെ എന്നെ ആരും മണക്കണ്ട എന്നാഗ്രഹിക്കും. ഇതുകൊണ്ട് ഞാനിത് ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളവർക്ക് പറ്റിയ സാധനം ഇത്. പക്ഷേ ഇത് ഇടയ്ക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കണം. 4 മണിക്കൂർ കഴിയുമ്പം പോവും. ഒറിജിനൽ എലൈസിയവും 4 മണിക്കൂർ കഴിയുമ്പം പോവും. അപ്പോൾ ഇത് ടോപ്പപ്പ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക ഇടയ്ക്ക്. നല്ലൊരു സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾക്ക് കൂടെ ഇരുന്ന ആളുകൾ കൂടെ ഇരുന്ന് ട്രാവലൊക്കെ ഓഫീസിൽ ചെയ്യേണ്ടി വരുന്നവർ, അതായത് ട്രാവലിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ഫ്രാഗ്രൻസ് ആയത്. ഇത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലത്താഫ ലിയാം ബ്ലൂ കേട്ടോ. ഈ ലത്താഫ ലിയാം ബ്ലൂ നമ്മുടെ അക്വാഡിജിയോ ആ ഒരു ലൈനപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്ലോണാണ്. എല്ലാ അക്വാഡിജിയോടെയും നല്ല സാധനങ്ങൾ എടുത്തുണ്ടാക്കിയിരിക്കുന്ന പോലെ ഉണ്ട്. നല്ല റിഫ്രഷിംഗ് ആണ്. ഓഫീസിൽ സേഫായിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. നല്ല കോംപ്ലിമെൻറ്റ്സും കിട്ടും അത്യാവശ്യം. ഏതാണ്ട് ഒരു 2,000 രൂപ ആ ചുവടെ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസും ആയത് കേട്ടോ. ലത്താഫ ലിയാം ബ്ലൂ ഉണ്ട്. ഇത് ഗ്രേ ഉണ്ട്. ഗ്രേ പോയി മേടിക്കരുത്. ഗ്രേ ഗ്രിസ് ഷർണാലിൻ്റെ കോപ്പി. അത് ഓഫീസ് യൂസിന് പറ്റുന്നതാണ് ഗ്രിസ് ഷർണാൽ. പക്ഷേങ്കിൽ അതൊരു തരം മിൽക്കി ഗുർമോണ്ടിഷ് ഫ്രാഗ്രൻസ് ആണ്. ഇത് ഗുർമോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇല്ലേ തിന്നുന്ന, ചോക്ലേറ്റ്, ഐസ്ക്രീം, അങ്ങനത്തെ മണമുള്ള ഫ്രാഗ്രൻസസ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇത് ലത്താഫ ബ്ലൂ, ലിയാം ബ്ലൂ. ഇത് കിഡിലിന്. ഇത് അക്വാഡിജിയോയുമായിട്ട് നല്ല 1-to-1 മാച്ച് ചെയ്യും. പിന്നെ അജ്മലിൻ്റെ അക്വ ഉണ്ട്. അജ്മലിൻ്റെ അല്ലല്ലോ, നമ്മുടെ അഹമ്മദ് മഗ്രിബിയുടെ അക്വാഡിജിയോയുടെ ക്ലോണുണ്ട്. പിന്നെ എന്തോ അക്വാഡിജിയോയുടെ ക്ലോണുള്ളത്, അഹമ്മദിൻ്റെയും കൂടെ നല്ല പെർഫോമൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം കണക്കാണ്. ഇത് കുഴപ്പമില്ല, നല്ല. പിന്നെ ഇനി ഒരു 2-3 ഡിസൈനർ ഫ്രാഗ്രൻസസ് പരിചയപ്പെടാം. ഇത് നമ്മുടെ ഗുച്ചി ഗിൽറ്റി പെർഫ്യൂം വെർഷന്. ഗുച്ചി ഗിൽറ്റി ലൈനപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത്. ഗുച്ചി ഗിൽറ്റി പെർഫ്യൂം
കിടിലൻ സാധനം കേട്ടോ, ഗുച്ചി ഗിൽറ്റി പെർഫ്യൂം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെപ്പറി ഫ്രഷ്നെസ്സാണ് വരുന്നത്. ഇത് കിടിലൻ ഡിസൈൻ ഫ്രാഗ്രൻസ് ആട്ടോ, ഒരു രക്ഷയില്ല. കോംപ്ലിമെൻറ്റ് മാഗ്നറ്റാണ്. കോംപ്ലിമെൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പറും ആ ഫ്രഷും ഒക്കെ കൂടെ ഉള്ള ഒരു കുറച്ച് കോൾഡ് ആയിട്ടുള്ള ഒരു സമയത്തും കോൾഡ് സ്ഥലങ്ങളിലും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അടിക്കാൻ പറ്റിയ സാധനം ഈ ഗുച്ചി ഗിൽറ്റി ഇത് പെർഫ്യൂം കേട്ടോ. ഗുച്ചി ഗിൽറ്റി പെർഫ്യൂം പൂർ ഹോം, ഗുച്ചി ഗിൽറ്റി പൂർ ഹോം പെർഫ്യൂം വെർഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. EDP EDT ഒക്കെ ഉണ്ട്. പെർഫ്യൂം കുറച്ചുകൂടി ഒരു മെച്ചേർഡാണ്. അത്യാവശ്യം ആർക്കും വെയർ ചെയ്യാം കേട്ടോ. ഇത് മെച്ചേർഡാണെന്ന് പറഞ്ഞ് യൂത്തിന് വെയർ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഭയങ്കര ഫ്രഷ് ഫ്രാഗ്രൻസ്, അതുകൊണ്ട് തന്നെ ആർക്കും വെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു പിങ്ക് പെപ്പറി സ്മെല്ലാണ്. 2-2.5 മണിക്കൂർ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. അത്യാവശ്യം 5-6 മണിക്കൂറൊക്കെ നിൽക്കുന്നുണ്ട്. ക്ലോത്തിലാണെങ്കിൽ ഒരു 1-2 മണിക്കൂറൂടെ കൂടുതൽ നിന്നേക്കും. ജനറസ് എമൗണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. 1-2 സ്പ്രേക്കൊന്നും ഞാൻ ഈ പറയുന്ന പെർഫോമൻസ് ഒന്നും കിട്ടത്തില്ല. ഞാൻ സ്പ്രേ അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പഴയ വീഡിയോയിലുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ അടിക്കുന്ന ആളാണ്. അതിപ്പം ആളുകൾ ചിലർക്ക് പറ്റത്തില്ലായിരിക്കാം. എൻ്റെ രീതി അതാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് കാശ് കൊടുത്ത് പെർഫ്യൂം മേടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ മണത്തിട്ട് അഭിപ്രായം പറയണം എൻ്റെ മേളിൽ നിന്ന്. എനിക്ക് അങ്ങനെയാണ്. ഓക്കെ, അതാണ് ഗുച്ചി ഗിൽറ്റിയുടെ ഇത്. ഇനി ഇത് ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത സാധനം വാലന്റീനോ ഉമോ ഇൻറ്റൻസ് എന്ന് പറയും. വാലന്റീനോ ഉമോ ഇൻറ്റൻസ് നല്ലൊരു ഒരു ഐറിസ് ലെതറി ഫ്രാഗ്രൻസ് ആണ്. സൂപ്പർ സാധനം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓഫീസിൽ അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഡാർക്ക് ഫ്രാഗ്രൻസാണ്. ടോട്ടലി ഇന്നൊഫെൻസീവാണ്. ഒരു ഐറിസ്, ഒരു ലിപ്സ്റ്റിക് പൗഡർ ഇട്ട പോലെ ഇരിക്കും. ഒരു സ്ലൈറ്റ് ലെതറിഷ് ഹിൻറ്റൊക്കെ ആയിട്ട്. ഓഫീസ് യൂസിന് കുഴപ്പമില്ല. എല്ലാ ദിവസവും ഒന്നും അടിക്കരുത് കേട്ടോ. എല്ലാ ദിവസവും അടിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അടിച്ചുകൊണ്ട് പോകാനായിട്ട് ഓഫീസിൽ പറ്റും. എല്ലാ ദിവസവും നിങ്ങൾ ഇത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ബോറായിട്ട് തോന്നും. അതുകൊണ്ട് ആഴ്ച ഒരു ദിവസം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ വാവ് എന്ന് പറയും. എല്ലാ ദിവസവും കഴിഞ്ഞാൽ ഇതെന്താണ് അവൻ്റെ ഒരു സ്മെല്ല് അതാണ് എന്നുള്ളൊരു രീതി വരും. അപ്പോൾ അതാണ് വാലന്റീനോ ഉമോ. അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈവൻ നെക്സ്റ്റ് ഡേ വരെ എൻ്റെ ക്ലോത്തിലൊക്കെ നിന്നിട്ടുണ്ട്. വാലന്റീനോ ഉമോ ഇൻറ്റൻസ് കേട്ടോ. ഇനി നമ്മുടെ YSL ടക്സീഡോടെ 2 ക്ലോൺസ് ഉണ്ട്. ഒന്ന് ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ സ്യൂട്ട്സ്, പിന്നെ മെയ്സൺ അൽഹംബ്രയുടെ വിൻസം. ഇത് പണ്ട് ടക്സ് എന്ന് പറഞ്ഞാൽ മെയ്സൺ അൽഹംബ്ര ഇറക്കിയിരുന്നു. ഈ ഡിസൈനും ടക്സും എല്ലാം കൂടി YSL കേസ് ഫയൽ ചെയ്തു. അങ്ങനെ അവസാനം അവർക്ക് പിന്മാറേണ്ടി വന്നു സുഹൃത്തുക്കളെ. ഇത് ഓഫീസിൽ ഡാർക്കല്ല, തീരെ ഡാർക്കല്ല, എന്നാൽ ഫ്രഷും അല്ല. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്പൈസി കിഡിലനായിട്ടുള്ള ഒരു സ്പൈസി ഫ്രാഗ്രൻസ് ചെയ്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചെയ്ത് ഇതുണ്ടോ. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. എന്തോരം ഇനി വേറെ ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. ഒറിജിനൽ ടക്സിഡോ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഓഫീസിൽ അടിച്ചുകൊണ്ട് പോകാറ് ഇതാണ്. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കണം. ഇത് ക്ലാസ് ഡിമാൻഡ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ആണ്. നിങ്ങൾ നല്ല പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഇൻ ചെയ്തൊക്കെ അടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റിയ സാധനമാണ്. തണുപ്പും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. കോംപ്ലിമെൻറ്റിൻ്റെ മഴയായിരിക്കും. ആരും ചോദിക്കും ഇതേതാ അടിച്ചിരിക്കുന്നതെന്ന്. മലയാളികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ് അത്. YSL ടക്സിഡോ ഒറിജിനൽ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. ഒറിജിനൽ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒറിജിനൽ പുതിയ ഒരെണ്ണം പൊട്ടിക്കാത്ത ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് ആ ടക്സിഡോയുടെ ഒരു ഇത് എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. ക്രൈസ് കാണിച്ചു തരാം. ഇതുണ്ടോ, പൊട്ടിക്കാത്ത ടക്സിഡോ ഒരെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇതിങ്ങനെ ബാക്കപ്പായിട്ട് വെച്ചിരിക്കുന്ന പുതിയ ഇതാണ് കേട്ടോ, ഷാർപ്പ് പച്ചുള്ളി. എൻ്റെ കയ്യിലൊരു 100 ml ബോട്ടിൽ വേറെ ഉണ്ട്. അത് തീർന്നിട്ടാട്ടെന്ന് വിചാരിച്ചിരിക്കുക. 100 അല്ലല്ലോ, 30 ml ബോട്ടിലുണ്ട്. അത് തീർന്നിട്ടാട്ടെന്ന് ഇത് പൊട്ടിക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ടക്സിയുടെ ഭയങ്കര അടിപൊളി സെൻ പ്രൊഫൈലാണ്. ഞാൻ ഇത്രയും എടുത്ത് കാണിച്ചു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി പ്രൊഫൈലാണ്. പറ്റുന്നവരെടുക്കുക. റോഷസ് മസ്റ്റാഷ് ഉണ്ട്. ഇത് തന്നെയാണ്. ഞാനതൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷൊപ്പാഡ് ഊത് മെലാക്കി. ഓഫീസിൽ ഊത് യൂസ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു സ്വീറ്റ് ഊതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നൊരു സാധനമാണ്. കിഡിലിനായിട്ടോ കേട്ടോ, ഷോപ്പാട് ഊത് മെലാക്കി. നിങ്ങൾക്ക് പറ്റുന്നവർക്ക് വാങ്ങിച്ച് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. നല്ലൊരു ഐറ്റമാണ്. ഷോപ്പാട് ഊത് മെലാക്കി ഒരുപാട് പെർഫോം ചെയ്തില്ല. പക്ഷേ എങ്കിൽ എന്നാലും ഒരു 5 മണിക്കൂറൊക്കെ എന്തായാലും നിന്ന് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. എല്ലാ ദിവസവും അടിച്ചുകൊണ്ട് പോകരുത് അത്. പിന്നെ ഇത് അഫ്നാൻ റയർ റീഫ്. ഇത് നമ്മുടെ പസഫിക് ചില്ലിൻ്റെ കോപ്പിയാണ്. ഓഫീസ് യൂസിന് പറ്റിയ സാധനമാണ്. ഓവർ ഫ്രഷാണ്. ഭയങ്കര ചില്ലിങ് ഫ്രഷാണ്.
നമ്മുടെ അമോഷൊക്കെ ഡിസൈൻ ചെയ്ത പെർഫ്യൂമർ ഡിസൈൻ ചെയ്ത ഓവർ ഫ്രഷ് ഭയങ്കര ഫ്രഷ് ഫ്രാഗ്രൻസ് വേണമെന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. നല്ല നിങ്ങളൊരു നാരങ്ങയിട്ട കടലിൽ ഒഴുകി നടക്കുന്ന പോലെ ഇരിക്കും. കിടിലനായിട്ട് കോംപ്ലിമെൻറ്റ്സ് ഒരുപാട് കിട്ടും, ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, നല്ല പെർഫോം ചെയ്യും. ആദ്യത്തെ 2-3 മണിക്കൂർ നല്ല പെർഫോമൻസാണ്. അതാണ് അതിൻ്റെ ഇത്. ഇനി ഓഫീസ് ഫ്രാഗ്രൻസുകളുടെ തലതൊട്ടപ്പൻ അർമാനി കോഡ് പെർഫ്യൂം. അർമാനി കോഡിൽ ലൈനപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലാങ്കർ ഇതാണ്. അടിപൊളിയാണ്. നമ്മുടെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വാക്കുകളില്ല. അത് ഡാർക്കല്ല, ഫ്രഷല്ല, മിഡിലിൽ നിൽക്കുന്ന സാധനമാണ്. ഭയങ്കര അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത സാധനം. പറ്റുന്നവർ നോക്കിയാൽ ഇച്ചിരി വില കൂടുതലാണ്, ഏതാണ്ട് ഒരു 10,000 രൂപ അടുത്ത് ഇതിന് വേണ്ടി വരും. അർമാനി കോഡ് പെർഫ്യൂം കേട്ടോ. അത് പെർഫോമൻസ് ഒരു 5 മണിക്കൂർ എന്തായാലും കിട്ടും നന്നായിട്ട്. ആക്റ്റീവായിട്ട് ഒരു 2 മണിക്കൂർ പെർഫോം ചെയ്യും. പക്ഷേ ക്ലോസ് പ്രൊജക്ഷൻ, ഒരുപാട് മൂക്കിലോട്ട് അടിക്കുന്ന സാധനമല്ല. ജെൻറ്റിൽമെൻ ഫ്രാഗ്രൻസ് ആണ്. ജെൻറ്റിൽമെൻമാർ ഒരുപാട് ഓവറാക്കത്തില്ലല്ലോ, അതുപോലെ ഇവനും പെർഫോം ചെയ്യുള്ളൂ. യൂറോപ്യൻസിന് ഒരുപാട് ഓവറാക്കുന്ന ഇഷ്ടമല്ല, അങ്ങനെയുള്ള ആളുകൾക്കുള്ളത് കേട്ടോ. നമ്മുടെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലബ് ഡി ന്യൂ ഐക്കോണിക് അർമാഫിൻ്റെ. ഇത് നമ്മുടെ ബ്ലൂ ഡി ഷാനലിൻ്റെ കോപ്പിയാണ്. ബ്ലൂ ഡി ഷാനലിൻ്റെ 1-to-1 ഗ്ലോൺ എന്ന് പറയാൻ വേണേൽ സോഫാർ ഗ്ലോസസ്റ്റ് ഇതാണ്. ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന സാധനം ഇതാണ്. ഫ്രഷ് എടുക്കട്ടെ. ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ബ്ലൂ ഡി ഷാനൽ അതാണെന്ന് ഞാൻ പറയും. കിട്ടില്ല കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. അതായത് ഓറഞ്ച് തോട്ടങ്ങൾ, നാരങ്ങ തോട്ടങ്ങൾ, അതിലെ കൂടെയൊക്കെ നടക്കുന്ന പോലത്തെ ഫീലുണ്ടാവും. കിടിലിന് ഇത് അത്യാവശ്യം നല്ല പ്രൊജക്ഷനും ലോഞ്ചിവിറ്റി എല്ലാം ഉണ്ട്. ഒറിജിനൽ ബ്ലൂ ഡി ഷാനലിൽ അത്രയും തന്നെ നിൽക്കുന്നുണ്ട്. 5 മണിക്കൂർ നിൽക്കും. പിന്നെ ആദ്യത്തെ 2 മണിക്കൂർ നല്ല ലൗഡ് പ്രൊജക്ഷനൊക്കെയാണ്. അങ്ങനെയുണ്ട്. ഒരെണ്ണൂടെ നോക്കട്ടെ. കാരോലിന ഹെറീറ 212 VIP ബ്ലാക്ക്. ഇത് ഇച്ചിരി ഡാർക്കർ സൈഡാണ്. നമ്മുടെ അഫ്ന 9 PM ആ ഒരു അഫ്ന 9 PM ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പക്ഷേ അതിൻ്റെ ഒരു മൈൽഡർ വേർഷനായത്. ആ രീതിയിലുള്ള ഒരു ലീനിങ് ആണ് ഓപ്പണിങ് വരുന്നത്. ഇത് ഓഫീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷന്, അങ്ങനത്തെ ആ ജോൺറേ വരുന്ന ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ ഓഫീസ് യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ക്യാപ്പൊക്കെ ഉണ്ട്. ഇതുണ്ടോ, പിടിയും കിടിലിന സാധനം. ഒരു 7,000-8,000 രൂപ വിലയൊക്കെ ആവും ഇതിന്. പറ്റുന്നവർ മണത്ത് നോക്കുക കേട്ടോ. അടുത്തത് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസ് ഫ്രാഗ്രൻസസ് ഉള്ള ഒന്നാണ്. നല്ല വിലയാണ്, 10,000-30,000 രൂപയാവും. റൂഷ് വെലേഴ്സ് YSL. ഇത് ഇതാണ്ട് ബാച്ച് കോഡൊക്കെ. ഈ കാണുന്ന എന്തുവാ, റോസ്, ഇതുപോലത്തെ ജാമി റോസ, ഭയങ്കര ഫോട്ടോ റിയലിസ്റ്റിക് റോസ. നിങ്ങൾക്ക് പച്ചുളിയും കൂടെ ഉള്ളത് കാരണം മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ പറ്റുന്നൊരു സാധനമാണ്. ലോഞ്ചിവിറ്റി പ്രൊഫഷനൊക്കെ ഇൻസൈനാണ്. വെളിയിലൊരു 3 അടിയൊക്കെ പ്രൊജക്റ്റ് ചെയ്തു. കോംപ്ലിമെൻറ്റ്സിൻ്റെ മഴയായിരിക്കും. മഴയെന്ന് പറഞ്ഞാൽ മഴ. നിങ്ങൾക്ക് എലഗൻറ്റ് ആയിട്ടുള്ള ലുക്ക് വേണം, പക്ഷേ ഇത് അടിക്കണമെങ്കിൽ നല്ലപോലെ ഡ്രസ്സപ്പ് ചെയ്യണം, നല്ല അടിപൊളി ലുക്ക് വേണം. ലേഡീസിന്, ടീച്ചേഴ്സിനൊക്കെ പറ്റിയ ഫ്രാഗ്രൻസ് ഇത് മേടിക്കാൻ പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെറും 1,000 രൂപ 1,500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു വെൽവെറ്റ് റൂഷ് എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സെയിം പ്രൊഫൈലാണ്, അത്യാവശ്യം ഇതുപോലെ തന്നെ പെർഫോം ചെയ്യും. ഇതിന് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാനായിട്ട് ആളുകൾക്ക് പറ്റത്തില്ല. എയറിൽ ഒരുപോലെ സ്മെല്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് പോയി നോക്കുക, ആ റിവ്യൂ പോയി നോക്കുക. ഇത്രയാണ് ഓഫീസ് ഫ്രാഗ്രൻസസ്. ഇച്ചിരി വീഡിയോ ലെങ്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.